ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, ബ്രഹ്മത്തിനൊരു പ്രാരബ്ധവുമില്ല, പിന്നെ എങ്ങനെ ഈ ദേഹം നിലനിൽക്കും എന്ന് ചോദിക്കുന്ന മന്ദബുദ്ധികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശാസ്ത്രം പ്രാരബ്ധത്താൽ ദേഹം നിലനിൽക്കും എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എവിടെയും വൈവിധ്യം എവിടെയും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്വപ്നത്തിലും പിന്നെയോ ഈ അതുപോലെ തന്നെ ഈ വ്യാവഹാരിക ലോകത്തിലും സ്വപ്നത്തിലും എല്ലാത്തിലും സ്വപ്നത്തിൽ നിന്നും ഉണർന്നു, പക്ഷെ സ്വപ്നം നിലച്ചു. പക്ഷേ സ്വപ്നത്തിൽ വ്യത്യസ്തതകളുണ്ട് അല്ലേ? അപ്പോൾ അതത് വസ്തുക്കളുടെ ഇടയിലും വൈവിധ്യമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ അധിഷ്ഠാനം അറിയാതെ അധ്യസ്ഥത്തെ മാത്രം കണ്ടു. അധ്യസ്ഥവും അധിഷ്ഠാനവും ഒക്കെ ഈ വാക്കുകൾ പരിചിതമായിരിക്കുമല്ലോ. അപ്പം കയറിൽ പാമ്പിനെ കണ്ടു, അത് കയറാണെന്ന് അറിഞ്ഞപ്പോൾ പാമ്പില്ല. അപ്പോൾ പാമ്പിനെ ചിലർ കാണുമ്പോഴും ചിലപ്പോൾ ചിന്തയൊക്കെ വരും അല്ലേ, വല്ലോ കയറുമായിരിക്കും. പാമ്പ് ഇവിടെ എങ്ങനെ വരാനാണ്, വല്ലോ കയറും കിടക്കുന്നത്, എൻ്റെ ആ ഒരു എന്താ പറയുക കണ്ണിൻ്റെ കുഴപ്പം കൊണ്ട് പാമ്പായിട്ട് തോന്നിയതാവും. ഇനി അതല്ല എങ്കിൽ എൻ്റെ പ്രതിബിംബം ഞാൻ കണ്ണാടിയിൽ പോയി കാണുമ്പോൾ എനിക്കറിയാം, അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും അറിയാം ഇത് പ്രതിബിംബമാണ്, ഇത് സത്യമല്ല. അതേപോലെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തിലെ ജീവൻ നിലനിൽക്കുന്നു അല്ലേ? ഇപ്പോൾ പല വ്യവഹാരങ്ങളും നടക്കുന്നു, അതൊക്കെ ബാധിത വൃത്തിയിലാണ് എന്ന് പറയും. കത്തിച്ച പാമ്പിന് കത്തിച്ച കയറിൻ്റെ ഷെയ്പ്പൊക്കെ ഉണ്ടാകും, പക്ഷേ എങ്കിൽ അതിനെ കെട്ടാൻ പറ്റില്ല. അതുപോലെ അതിന് ബാധിതമായിട്ടുള്ള കയറെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ അവിടെ ഒരു അവിദ്യയുമില്ല, അർദ്ധ അധ്യാസം തുടരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു ഷെയ്പ്പും മറ്റുമൊക്കെ ഉണ്ട് അല്ലേ? കയറ് കത്തിക്കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കയറ് അല്ലേ, അതേപോലെ തന്നെ ആ ഷേപ്പിലായിരിക്കും കിടക്കുക. അപ്പോൾ അധിഷ്ഠാനം അറിഞ്ഞിട്ടും ഒരു ഡ്രാമ തുടരുകയാണ് ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം. അത് കളിക്കുന്നവനറിയാം താനൊരു ധനികനാണ്, താൻ ഒരിക്കലും പിച്ച യാചിക്കേണ്ട, അല്ലെങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ യാചിക്കേണ്ട ഒരു യാചകനല്ല എന്നൊക്കെ അറിയാം. പിച്ചക്കാരൻ്റെ വേഷം താൻ കിട്ടിയതാണ് എന്നൊക്കെ അറിയാം, എങ്കിലും അത് തുടരുമല്ലോ. അതുപോലെ ആണ് ഈ ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം, സാക്ഷാത്കാര സമ്പന്നനായിട്ടിരിക്കുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദേഹാദികളും എല്ലാം എന്ത് വന്നാലും. ഇപ്പോൾ ഒരിക്കലും സമർത്ഥ രാംദാസ് സ്വാമികൾക്ക് കലശലായിട്ടുള്ള ഒരു പനി പിടിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പനി പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്, വിറയ്ക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ശിവാജി മഹാരാജാവ് അദ്ദേഹത്തെ കാണാനായിക്കൊണ്ടിട്ട് അവിടെ വന്നത്. കമ്പിളിയൊക്കെ പുതച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് രാജാവ് കാണാൻ വന്നു എന്നുള്ള കാര്യം അറിയുന്നത്. കമ്പിളിയൊക്കെ മാറ്റി അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. സംസാരിച്ചുകൊണ്ടിരിക്കവേ രാജാവ് ശ്രദ്ധിച്ചു,
കമ്പിളി കടന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ. കമ്പിളി വിറയ്ക്കുന്നത് രാജാവ് ശ്രദ്ധിച്ചു. ചുമ്മാ ഈ പുതപ്പ് വിറയ്ക്കുമോ? അപ്പോൾ സ്വാമിജി പറഞ്ഞു, കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ പനി ഞാൻ ആ പുതപ്പിന് കൊടുത്തതാണ് എന്ന്. നിങ്ങൾ പോയതിന് ശേഷം ഞാൻ അതിനെ തിരിച്ചെടുത്തോളാം, അല്ലേ? അപ്പോൾ പനി എന്നുള്ളത് താത്കാലികമായിട്ട് കമ്പിളിക്ക് കൊടുത്തിരിക്കുന്നു. അത്രമാത്രം ശക്തി അവർക്കുണ്ട്, അല്ലേ? ചിന്മയാനന്ദ സ്വാമികളൊക്കെ പറയാറുണ്ടല്ലോ, പോക്കറ്റിൽ നിന്ന് ഞാൻ എടുക്കും ദേഷ്യം, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഞാനത് പ്രയോഗിക്കും, എന്നിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ തന്നെ വയ്ക്കും. അല്ലാതെ അതുമായിട്ട് താതാത്മ്യപ്പെട്ട് അതായി തീരുന്നില്ല. അവരതൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ജ്ഞാനിയുടെ ഒരു ദേഷ്യം പോലും വളരെ നന്മയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അപ്പോൾ അതിനെ ആവശ്യ സമയത്ത് എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നു, എന്നിട്ടോ ആവശ്യം കഴിയുമ്പോൾ അതെടുത്ത് തിരിച്ചു വയ്ക്കുന്നു. അപ്പോൾ സാക്ഷാത്കാരത്താൽ ഈ ദേഹവും അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരു ജ്ഞാനിയും ഉണ്ടാകില്ല ഈ ശിഷ്യന് ജ്ഞാനം പറഞ്ഞു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിനെ നമ്മൾക്ക് കിട്ടില്ല. അജ്ഞാനിയായിട്ടുള്ള ഗുരുവിനെ കൊണ്ട് ഒരു കാര്യവുമില്ല, അല്ലേ? ജ്ഞാനനിഷ്ഠയിലിരിക്കുന്ന ഒരു ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം ഗുരുവെന്ന് ആദ്യമേ തന്നെ ഗുരുവിൻ്റെ ക്വാളിഫിക്കേഷനിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സാക്ഷാത്കാരത്താൽ ഈ ശരീരം നിലച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ആർക്ക് എന്ത് പറഞ്ഞു കൊടുക്കും, അല്ലേ? അപ്പോൾ അജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിനെ കൊണ്ട് ഇപ്പോൾ എന്താ കാര്യം ഇവിടെ? ഇപ്പോൾ ശ്രുതിയുടെ ഉദ്ദേശം എന്നുള്ളത് പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമാണ്. ഇനി അടുത്ത 465 മുതൽക്ക് ഇത്രയും വരെ പ്രാരബ്ധം എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ആ ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തുകൊണ്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്? മന്ദബുദ്ധികളായിട്ടുള്ള നമ്മെപ്പോലെയുള്ളവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ജ്ഞാനിയുടെ പ്രാരബ്ധം നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലേ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനിയോ അല്ലാതെ ശരീരത്തിന് സത്യത്വം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, മന്ദബുദ്ധികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അത് പടിപടിയായിട്ടാണ് ക്രമികമായിട്ടാണ് ആ ഒരു വലിയ ഒരു ബോംബാണ് ആചാര്യ ഭഗവാൻ പൊട്ടിച്ചത്, അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ക്രമികമായിട്ടാണ് എത്തിച്ചുകൊണ്ട് വന്നതും. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതിയുടെ ഉദ്ദേശം പറഞ്ഞു, പരമാർത്ഥ സത്യത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ശ്രുതിയുടെ ഉദ്ദേശം എന്നും പറഞ്ഞിട്ട് ആ ഒരു പ്രാരബ്ധം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് തീരുകയാണ്. ഇനി അടുത്തത് നമ്മൾക്ക് 465 ശ്ലോകം വായിക്കാം. പരിപൂർണമനാദ്യന്തം അപ്രമേയം അവിക്രിയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന. പരിപൂർണമനാദ്യന്തം അപ്രമേയം അവിക്രിയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന. ഏകം ഏവ അദ്വയം ബ്രഹ്മ ഏകം ഏകമേവാദ്വിതീയം ഹി ബ്രഹ്മ. ഏകം ഏവ അദ്വയം ബ്രഹ്മ, ഇവിടെ ഒന്നേ ഉള്ളൂ, ഏകമാണ്. ഇഹ നാനാ അസ്തി കിഞ്ചന, ഒരല്പം പോലും പലതില്ല, ഒന്നേ ഉള്ളൂ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ട അളവിലുണ്ടായൊരിണ്ടൽ അത് മിണ്ടാവതില്ല. ഇവിടെ ഒന്നേ ഉള്ളൂ. രണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇണ്ടലായിരിക്കും കേട്ടോ. ഇണ്ടലെന്ന് വെച്ചാൽ വളരെയധികം ദുഃഖങ്ങൾ തന്നെ. ഏകം ഏവ അദ്വയം ബ്രഹ്മ, ഇവിടെ ഒന്നേ ഉള്ളൂ. ഇഹ നാനാ അസ്തി കിഞ്ചന. അപ്പോൾ ഒരു തരത്തിലുള്ള വൈവിധ്യവുമില്ല. അപ്പം ഏകം, ഒരു ഭേദവുമില്ല എന്നുള്ളതാണ്. ഏകം എന്ന വാക്കിലൂടെ സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിതമാണ് ആ തത്വം. പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ടാകാം. സജാതീയമായിട്ടുള്ള ഭേദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ജാതിയിൽ തന്നെ ഉള്ളവരിലും ഭേദം കാണാൻ സാധിക്കും. ഒരേ ജാതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഇപ്പം മൃഗജാതികളിൽ തന്നെ, ഇപ്പം മൃഗമാണ്, അതിൽ തന്നെ പശു വേറെയാണ്, പിന്നെയോ
പുലി വേറെയാണ് അല്ലേ, ഒരേ മൃഗജാതിയാണത്, പക്ഷേ എങ്കിൽ വ്യത്യസ്തതകളുണ്ട്, ഭേദമുണ്ട്. അതിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുക. ഇനി വിജാതീയ ഭേദം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ രണ്ട് വ്യത്യസ്ത ജീവജാലങ്ങൾ തമ്മിലും ഭേദമുണ്ട് അല്ലേ, മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ അനവധി വ്യത്യാസങ്ങളുണ്ട്. പലരിലും ഒത്തിരി വ്യത്യാസം കാണില്ല കേട്ടോ, ഇതിൽ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് രണ്ട് ഡിഫറെൻറ്റ് സ്പീഷ്യസാണത് അല്ലേ, വ്യത്യസ്ത ജാതിയിലാണ്. ഒരേ ജാതിയിലുള്ള ഇപ്പോൾ മനുഷ്യജാതിയിലാണ് എങ്കിലും ഭേദം ഉണ്ടാകാം, മൃഗജാതിയിലാണ് എങ്കിലും ഭേദം ഉണ്ടാകാം. ഇനി ഇത് രണ്ടും വ്യത്യസ്ത ജാതിയിലാണ് എങ്കിലും രണ്ട് വ്യത്യസ്ത ജാതിയിലുള്ള ഭേദത്തിനാണ് വിജാതീയ ഭേദം എന്ന് പറയുക. സ്വഗത ഭേദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ തന്നെ, ഇപ്പോൾ തല വേറെ, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ തന്നെ എത്രയൊക്കെ ഭേദങ്ങളാണ് അല്ലേ, ഇല പോലെയല്ല പൂവ് പോലെയല്ല തളിര്, ഇങ്ങനെയൊക്കെ കാണുമല്ലോ. അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ തന്നെ തല വേറെയാണ്, കൈ വേറെയാണ്, കാല് വേറെയാണ്, ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ, അതിന് സ്വഗത ഭേദം എന്നാണ് പറയുക. അപ്പം ഏകം ഏവ അദ്വയം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഭേദങ്ങളെല്ലാം നിരാകരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഭേദവുമില്ല. ഏകം ഏവ, ഏകമാണ് ആ തത്വം, അത് ഒന്നാണ്, അദ്വയമാണ്, രണ്ടെന്ന ഒന്നില്ല. ഇനി പരിപൂർണം, രണ്ടാമത്തെ ലൈനാണ് കേട്ടോ, ഏകമേവ അദ്വയം ബ്രഹ്മ എന്ന് കണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ പദം നോക്കുകയാണ്. പരിപൂർണം, ആ ബ്രഹ്മം, ഏകമായിട്ടുള്ള അദ്വയമായിട്ടുള്ള ആ ബ്രഹ്മം പരിപൂർണമാണ്. പരിപൂർണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു തരത്തിലുള്ള അപൂർണതയുമില്ല. അപൂർണതയൊക്കെ ഉണ്ടാകണമെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾക്ക് പരിമിതപ്പെടുത്തിയാലാണ് ഇത് പരിമിതമാണ്, ഇത് അപൂർണമാണ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിനും ദേശത്തിനും ഒന്നും പരിമിതപ്പെടുത്താനാകാത്ത, അതിൽ നിന്നുമൊക്കെ അങ്ങനെയുള്ള പരിമിതികളിൽ നിന്നുമൊക്കെ നിർമുക്തമായിട്ടുള്ള ആ തത്വം, കാലദേശ വസ്തു എന്നുള്ളത് തന്നെ ഇല്ല അതിൽ. പിന്നെ എന്ത് അപൂർണത ഉണ്ടാകാനാണ്? അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമാണ്. വേറെ ഇപ്പോൾ രണ്ട് പേരൊക്കെ ഉണ്ട് എങ്കിലും ഒരാളെ അപേക്ഷിച്ച് മറ്റൊരാൾക്ക് കുറച്ച് ഡിഫക്റ്റുകളുണ്ട്, ഇത് അപൂർണ്ണമാണ്, അത് പൂർണ്ണമാണ്, അങ്ങനെയൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ വ്യവഹാര തലത്തിൽ പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇതല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ എങ്ങനെയാണ് അപൂർണത വരിക? അത് പരിപൂർണമാണ്. ഇനിയോ ദേശകാല വിഷയാതിവർത്തിയത്, ദേശത്തിനും കാല വിഷയങ്ങൾക്കും ഒക്കെ അതിക്രമിച്ചിരിക്കുന്ന തത്വം അത് പരിപൂർണമാണ്. പിന്നെയോ അനാദ്യനന്തം, അനാദ്യനന്തം, ആദിയുമില്ല അന്തവുമില്ല. അപ്രമേയം, അപ്രമേയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ ചിലത് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ, കണ്ണുകൊണ്ട് ചിലതൊക്കെ അറിയാം, മനസ്സുകൊണ്ട് ചിലതൊക്കെ ഊഹിക്കാം. അപ്പോൾ ഇത് അപ്രമേയം എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഒന്നും അറിയാൻ സാധിക്കാത്തത് എന്താണോ അത് അപ്രമേയം, അപ്രമേയമാണ്. അപ്രമേയോ ഋഷികേശഃ എന്നൊക്കെ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന് നാമമുണ്ടല്ലോ. അപ്പോൾ അപ്രമേയ, അവിക്രിയം, അവിക്രിയം എന്നുള്ളതോ ഒരു തരത്തിലും നമ്മൾക്ക് ഒരു മാറ്റവുമില്ല. അപ്രമേയം എന്നുള്ളത് നമുക്ക് ഒന്നുമായിട്ടും അറിയാനായിട്ട് സാധിക്കില്ല. ഒരു വസ്തു എന്നുള്ള നിലയിൽ ഒരു വികാരമായിട്ടോ ഇനി അതല്ല എങ്കിൽ ഒരു ചിന്തയായിട്ടോ ഒന്നും ആ തത്വത്തെ അറിയാനായിട്ട് സാധിക്കില്ല. ആത്മാവായിട്ട് അറിയാം, അല്ലാതെ ഈ ശരീര മനോബുദ്ധികൾക്കിടെ ഒരു വിഷയമായിക്കൊണ്ടിട്ട് ശരീര മനോബുദ്ധികളാൽ അറിയപ്പെടുന്ന ഒരു വിഷയമായിട്ട് ആ തത്വത്തെ അറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അപ്രമേയം. അവിക്രിയം എന്നുള്ളതോ ഒരു മാറ്റങ്ങളും ഇല്ല. ഇനി മാറ്റം ഏതെങ്കിലും ഒരു വസ്തുവിന് സാധ്യമാണ്, ഒരു വസ്തുവിന് മാറ്റം സാധ്യമാണ്. കാരണം ആ വസ്തുവിൽ പലതരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകും. ആ ഗുണങ്ങളെയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ അതിൻ്റെ മാറ്റത്തിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പക്ഷേ ഇത് എല്ലാ മോഡിഫിക്കേഷനിൽ നിന്നും മുക്തമാണ്. ഒരു തരത്തിലുള്ള വിക്രിയകളും ഇല്ല, ഒരു മാറ്റവും ഇതിന് സംഭവിക്കുകയില്ല. കാരണം ഇത് മാത്രമാണ്, ഏകമാണ് ആ തത്വം. അതുകൊണ്ട് തന്നെ അവിക്രിയമാണ്. ഈ തത്വമാണ് ശ്രുതിയുടെ വിഷയം. ഇതാണ് ശ്രുതിയുടെ പ്രധാന ഉദ്ദേശം. ഈ തത്വമാണ് നീ,
ഈ തത്വമാണ് ഞാൻ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു മാറ്റങ്ങളും ഉണ്ടാകില്ല, ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകില്ല. ചില ആളുകളൊക്കെ ഇന്ന് ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും, എന്നിട്ട് പറയും ഇങ്ങനെ മാറ്റി പറയാൻ പറ്റിയത് വാക്കുകളല്ലേ ഉള്ളൂ, വേറെ എന്താ മാറ്റി പറയാൻ പറ്റുക എന്നൊക്കെ. പക്ഷേ യഥാർത്ഥ സ്വരൂപത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഒരു വിക്രിയയും സംഭവിക്കാത്തതാണ്. ആ തത്വം അവിക്രിയമാണ്. പരിപൂർണമനാദ്യന്തം അപ്രമേയം അവിക്രിയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന. ഒരല്പം പോലും എന്തു തന്നെയായാലും ഒരല്പം പോലും ഭേദം ഇല്ലേ ഇല്ല. നേഹ നാനാസ്തി കിഞ്ചന. സദ്ഘനം ചിദ്ഘനം നിത്യം ആനന്ദഘനമക്രിയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹ നാനാസ്തി കിഞ്ചന. സദ്ഘനം ചിദ്ഘനം നിത്യം ആനന്ദഘനമക്രിയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹ നാനാസ്തി കിഞ്ചന. സദ്ഘനം ഘനീഭവിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ, മഞ്ഞ് ഘനീഭവിച്ചിരിക്കുക, അതുപോലെ സത്ത് ഘനീഭവിച്ചിരിക്കുകയാണ്. ഉണ്മയാണത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈസ്നെസ് ആണത്. ചിദ്ഘനം എന്നുള്ളതോ അറിവ് അല്ലേ, ചിത് സ്വരൂപമാണ്. അറിവാകുന്നത് അറിവിൻ്റെ ഘനീഭവിച്ച ആ ഒരു ഭാവം. ആനന്ദക്കട്ടയാണത്. അപ്പം സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദമാണത്. ഗുരുവായൂരപ്പനെയൊക്കെ പറയുമ്പോൾ ഭക്തന്മാർ പറയില്ലേ ആനന്ദക്കട്ടയാണ് എന്ന്. അതുപോലെ സദ്ഘനമാണ്, ചിദ്ഘനമാണ്, ആനന്ദഘനമാണത്. ഒരു തരത്തിലും പിന്നെയോ അക്രിയം, ഒരു ക്രിയയുമില്ല, കർമ്മരഹിതമാണത്. എല്ലാ ക്രിയയും അതിൽ തോന്നുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അത് യഥാർത്ഥത്തിൽ ആ തത്വം അക്രിയമാണ്. ഒരു തരത്തിലുള്ള കർമ്മവുമില്ല, കർമ്മരഹിതമാണ്. ഇനി കർമ്മം ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപാധി വേണം. ഉപാധി ശൂന്യമാണ് ആ തത്വം. അപ്പോൾ ഒരു തരത്തിലുള്ള ഭേദവുമില്ല. സദ്ഘനം ചിദ്ഘനം നിത്യം ആനന്ദഘനമക്രിയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹ നാനാസ്തി കിഞ്ചന. പ്രത്യഗ് ഏകരസം പൂർണ്ണം അനന്തം സർവതോമുഖം ഏകമേവാദ്വയം ബ്രഹ്മ നേഹ നാനാസ്തി കിഞ്ചന. പ്രത്യഗേകരസം പൂർണ്ണം അനന്തം സർവതോമുഖം ഏകമേവാദ്വയം ബ്രഹ്മ നേഹ നാനാസ്തി കിഞ്ചന. പ്രത്യഗാണത്. അതായത് അത് സബ്ജക്റ്റാണ്, ഒരിക്കലും ഒബ്ജക്റ്റ് ആകില്ല, ഒരിക്കലും വിഷയമാകില്ല. അതാണ് അത് അന്തരാത്മാവാണ്. പ്രത്യേകം എന്ന് വെച്ചാൽ ഇന്നർ സെൽഫ്. കശ്ചിത് ധീര പ്രത്യഗാത്മാനമിച്ഛൻ അല്ലേ, ഒരു ധീരനായിട്ടുള്ള ഒരാൾ മാത്രമേ അതിനെ അറിയാനായിക്കൊണ്ടിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ആ ഇന്നർ സെൽഫ് പ്രത്യേകാത്മാ, ഏറ്റവും ഉള്ളിലുള്ളത് പ്രത്യേകാത്മാ, ഏകരസം ഒരേപോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ വസിഷ്ഠാദി ഋഷിമാർ, നാരദാദി ഋഷിമാർ, പിന്നെയോ ഭഗവാൻ ഒക്കെ അനുഭവിച്ച അല്ലെങ്കിൽ അവരെല്ലാം അറിഞ്ഞ അതേ തത്വം, അവരെല്ലാം സാക്ഷാത്കരിച്ച അതേ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഒരു വ്യത്യാസവുമില്ല. അല്ലേ? അപ്പോൾ നമ്മളുടെ ആത്മാവായി വിളങ്ങുന്ന ആ ബ്രഹ്മം, അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവായിട്ട് വിളങ്ങുന്ന ആ ശുദ്ധ ചൈതന്യം, അത് ആ പഴയ പോലെ തന്നെ എത്രയോ പഴയതാണ്. വ്യാസഭഗവാനൊക്കെ പുരാണ കർത്താവ് അല്ലേ, ശനകാദി മുനിമാരൊക്കെ അനുഭവിച്ച പൂർവേഷാമഭി അങ്ങനെയൊക്കെയാണ് ഭാഗവതത്തിൽ പറയുക. പൂർവികന്മാർക്കും പൂർവികനായിട്ടുള്ള സനത്കുമാരാദികൾ അവരൊക്കെ അനുഭവിച്ച
അല്ലെങ്കിൽ അവരൊക്കെ സാക്ഷാത്കരിച്ച ആ ബ്രഹ്മം തന്നെയാണ് ഈ 2024 നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ആത്മാവായിട്ട് വിളങ്ങുന്ന അതേ തത്വവും ഞാനായിട്ടിരിക്കുന്ന, നീയായിട്ടിരിക്കുന്ന, നിൻ്റെ ഇന്നർ കോർ അല്ലെ എൻ്റെ ഇന്നർ കോർ, അങ്ങനെ പറയില്ലേ, അന്തരാത്മാവ്. അപ്പോൾ ഒരു കലിദോഷവും അതിനെ ബാധിക്കില്ല. ഈ കലികാലത്തിലും അത് തന്നെയാണ്, ഏകരസം, ഒരു വ്യത്യാസവുമില്ല. ഈ ചിന്ത തന്നെ ഒരാനന്ദമല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. ശങ്കരാചാര്യ ഭഗവാൻ സാക്ഷാത്കരിച്ച ബ്രഹ്മം തന്നെയാണ്. ശങ്കരാചാര്യ ഭഗവാൻ എന്തായിരുന്നുവോ, യഥാർത്ഥ സ്വരൂപം എന്തായിരുന്നുവോ അത് തന്നെയാണ് എൻ്റെയും യഥാർത്ഥ സ്വരൂപം. എത്രയോ കാലത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഒന്നും അതിനെ ബാധിക്കുകയില്ല, ഒരു കലിദോഷവും അതിനെ ബാധിക്കുകയില്ല. ഈ ചിന്ത തന്നെ വളരെ ആശ്വാസമാണത്, അല്ലേ? പൂർണ്ണമാണ്, അതല്ലാതെ വേറൊന്നില്ല. പ്രത്യേകരസം പൂർണ്ണം അതല്ലാതെ വേറൊന്നില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപൂർണമായേനെ, അതല്ലാതെ വേറെ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ, രണ്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്, അല്ലേ? ഇനിയോ പ്രത്യേകരസം പൂർണ്ണം അനന്തം, അവസാനമില്ലാത്തത്. എല്ലാം അവസാനിക്കും, പക്ഷേ ഇത് അനന്തമാണ്, ഒരിക്കലും അവസാനിക്കില്ല. സർവതോമുഖം, എല്ലായിടത്തും അഭിമുഖമായിട്ടിരിക്കുന്നു. എവിടെ പോയാലും എവിടെയും അവിടെയെല്ലാം അവിടെയെല്ലാം ഞാനുണ്ട്, ഞാനാണ് അതെല്ലാം, അവിടെയെല്ലാം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഇടതിങ്ങി അല്ലെങ്കിൽ അകവും പുറവും ഒക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ശുദ്ധ ഉണ്മയാണ് ഞാൻ. ഇത് ഞാനാണ്. ഇപ്പം ഈ ശരീരാദി പ്രാരബ്ധങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും എൻ്റെ സ്വരൂപം ഇങ്ങനെയാണ് എന്നൊന്ന് വിചാരം ചെയ്തു നോക്കൂ. വേദനകളിൽ കൊണ്ട് വേദനകൾ ഉണ്ടാകാം, അപ്പോൾ അച്ചോ അമ്മോ എന്നൊക്കെ വിളിക്കുന്നുണ്ടാകാം, അല്ലേ? ചില ഭക്തന്മാരാണെങ്കിൽ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കും, അല്ല എങ്കിൽ അയ്യോ എന്നൊക്കെ വിളിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും. അപ്പോഴൊക്കെ ഈ തത്വം ഞാനാണ് എന്നൊന്ന് ഇടയ്ക്കൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എത്രമാത്രം, അല്ലേ? പ്രത്യേകരസം പൂർണ്ണം അനന്തം സർവതോമുഖം ഏകമേവാദ്വയം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന അഹേയമനുപാദേയം അനാദേയമനാശ്രയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന അഹേയമനുപാദേയം അനാദേയമനാശ്രയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന. അഹേയം എന്നുള്ളത് അൺറിജക്റ്റബിളാണ്, തള്ളിക്കളയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല, നിരാകരിക്കാനായിട്ട് സാധിക്കില്ല. ഹേയം എന്നാണെങ്കിലോ ഉപേക്ഷിക്കാൻ പറ്റുന്നതിനെ ഹേയം എന്ന് പറയുക. ഇവിടെ അഹേയം ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഉപാധേയം എന്നാൽ ഹേയം ഉപാധേയം, ഹേയം തള്ളിക്കളയാൻ സാധിക്കും, ഉപാധേയം എന്നാണെങ്കിലോ സ്വീകരിക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നു അനുപാധേയം, അതായത് സ്വീകരിക്കാനായിട്ട് ഒരിക്കലും എടുക്കാനായിട്ട് സാധിക്കില്ല, സ്വീകരിക്കാൻ സാധിക്കില്ല, നിരാകരിക്കാനും സാധിക്കില്ല, തള്ളിക്കളയാനും സാധിക്കില്ല, എടുക്കാനും സാധിക്കില്ല. അനാദേയം, ഇനി മറ്റൊന്നിൻ്റെ സപ്പോർട്ടായിട്ട് ഇതിനെ എടുക്കാനായിട്ട് പറ്റില്ല, വേറൊന്നിൻ്റെ സപ്പോർട്ടാണിത് എന്ന് പറയാനായിട്ട് പറ്റില്ല. അനാശ്രയം, ആശ്രയരഹിതമാണ്. ഇതെന്താണ് ഈ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതായത് ഞാനല്ലാത്ത ഒരു വസ്തുവിലാണ് ഈ ഹേയവും ഉപാധേയവും ഒക്കെ സാധ്യമാകുന്നത്. ചിലത് തള്ളിക്കളയാം, നമ്മൾക്ക് ഞാനല്ലാത്തതിനെ തള്ളാം, ഞാനല്ലാത്തതിനെ സ്വീകരിക്കാം. പക്ഷേ എനിക്ക് എന്നെ നിരാകരിക്കാൻ സാധിക്കുമോ? എനിക്ക് എന്നെ നിരാകരിക്കാൻ പറ്റുമോ? എനിക്ക് എന്നെ നിരാകരിക്കാൻ സാധ്യമല്ല, എനിക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ എന്നെ നിരാകരിക്കാനും പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല എന്നെ നിരാകരിക്കാൻ. എന്നെ നിരാകരിച്ചിട്ട് ഞാനുണ്ടോ? ഞാനേ ഉള്ളൂ, അല്ലേ? അപ്പോൾ എനിക്ക് എന്നെ നിരാകരിക്കാനും സാധിക്കില്ല, എന്നെ സ്വീകരിക്കാനും സാധ്യമല്ല. ഇനി അനാദേയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ വേറൊന്നില്ല. പിന്നെ എന്തിനാശ്രയമാകാനാണ്? വേറൊന്നിനും ആശ്രയമാകാൻ പറ്റില്ല, അതുകൊണ്ട് അനാദേയം എന്ന് പറഞ്ഞു. ഇതല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് വേറെ എന്തിനിപ്പോൾ ഇത് ആശ്രയമാകാൻ പോകുന്നത്?
ഇനിയോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏകമേവ അഹേയം അനുപാതേയം അനാദേയം അനാശ്രയം. അനാദേയം, വേറൊന്നിനും ആശ്രയമാകാൻ പറ്റില്ല. എന്നാൽ സ്വയമോ? സ്വയം അനാശ്രയവുമാണ്, മറ്റൊന്നിൻ്റെയും സ്വയമഹിംനി പ്രതിഷ്ഠിത അല്ലേ? അത് സ്വയം വേറെ ഒന്നിൻ്റെയും ആശ്രയമില്ലാതെ അനാശ്രയമായിട്ട് വിരാജിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ആ തത്വമല്ലാതെ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറൊന്നിനും അത് ആശ്രയമാകാനും പോകുന്നില്ല. വേറൊന്നിൻ്റെയും ആശ്രയമില്ലാതെയാണ് അത് സ്വയം വിരാജിക്കുന്നത്. അപ്പോൾ ആ തത്വം ഞാനാണ്. ഇതെല്ലാം എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഓർമ്മ വേണം. എല്ലാവരുടെയും യഥാർത്ഥ സ്വരൂപം ഇത് തന്നെയാണ്. ഞാനും നീയും നിങ്ങളും എല്ലാം ഇത് തന്നെയാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർക്കാതെ വേറെ എന്തോ കാര്യങ്ങൾ കേൾക്കുന്നത് പോലെ കേട്ടിട്ടുണ്ട് എങ്കിൽ വലിയ ഒരു പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതേസമയത്ത് ഞാൻ ഈ തത്വമാണ് എന്ന് നിരന്തരം ഇതിൻ്റെ അനുസന്ധാനം ചെയ്യുക. വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരമൊക്കെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഈ ശ്ലോകങ്ങൾ പ്രത്യഗേകരസം പൂർണ്ണം അനന്തം സർവതോമുഖം ഏകമേവാദ്വയം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന അഹേയമനുപാദേയം അനാദേയമനാശ്രയം ഏകമേവാദ്വയം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന. ഇത്തരത്തിൽ അനുസന്ധാനം ചെയ്യുക, നിരന്തരം അനുസന്ധാനം ചെയ്ത് ഈ തത്വത്തെ ഉറപ്പിക്കുക. അതേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.